ഈ ട്രേഡ് സെറ്റപ്പ് മുഖേന എല്ലാവരും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി മാർക്കറ്റ് ആയിരുന്നു. കിടില മാർക്കറ്റ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ അതേ സെയിം സ്ട്രക്ചർ മൂവ്മെന്റ് ആയിരുന്നു. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നിഫ്റ്റിയിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേപോലെ നിഫ്റ്റി എന്ത് ചെയ്തു? ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതിന് ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്തു? ഒറ്റയടിക്ക് തിരിച്ച് ആശ എന്ത് ചെയ്യും? കഴിഞ്ഞ വെള്ളിയാഴ്ച അതേ സ്ട്രക്ചർ ഇതേപോലെ ഓപ്പൺ ചെയ്തു, കയറി പോയതുപോലെ ഇന്നും അതേപോലെ ഏകദേശം ഓപ്പൺ ചെയ്ത് അങ്ങനെ ഒരു ഉഗ്രം കയറ്റത്തോടെയാണ് നിഫ്റ്റി അവസാനിച്ചത്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് വന്നു. ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് അവിടെ വരെ നിഫ്റ്റിയുടെ സ്പോട്ട് പോയായിരുന്നു. ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ, അവിടെ കിടന്ന് കളിക്കുകയാണ് ചെയ്തത്. മിഡ് ക്യാപ്പ് ബുള്ളിഷ് റെഫറൻസിനെ തട്ടി നിന്നു. ഒരു കംഫർട്ടബിൾ ആയ ഒരു നല്ല രീതിയിൽ ട്രേഡ് മിഡ് ക്യാപ്പിന് കിട്ടില്ല. അപ്പൊ നിഫ്റ്റി ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിക്കിടയിലും ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. നമ്മുടെ മെന്ററിംഗ് ബാച്ചിലുള്ളവർക്കെല്ലാം ഫ്യൂച്ചേഴ്സിന്റെ ബേസിലുള്ള ട്രേഡ് സെറ്റപ്പ് നമ്മൾ ആൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ട്രേഡ് സെറ്റപ്പ് മുഖേന എല്ലാവരും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കിയിട്ട് നാളത്തേക്കുള്ള ലെവൽസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നാളത്തേക്കുള്ള പ്ലാൻ എടുക്കാം. അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഗോ ചാർട്ടിങ്ങിന് ഒരു 40% ആനുവൽ ഓഫർ ഇപ്പൊ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇയർലി പ്ലാൻസിന് ഗോ ചാർട്ടിങ്ങിന് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിങ്ങിന് നിങ്ങൾക്ക് 45% ഓഫർ കിട്ടും. അപ്പൊ അതിനകത്ത് എന്റെ കോഡായ ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞ ക്യാപിറ്റലിന്റെ ഒരുമിച്ച് ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞ കോഡ് കൊണ്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഓഫേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതും കൂടെ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതും കൂടെ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നമുക്ക് നാളത്തെ മാർക്കറ്റിന്റെ ലെവൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലെവൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു പെർഫെക്റ്റ് പി ഷേപ്ഡ് പ്രൊഫൈൽ, ഓപ്പൺ ഓപ്ഷൻ ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് മിഡ് ക്യാപ്പ്. ഇന്നത്തെ ഹൈക്ക് മോളിൽ അവ നിൽക്കുകയാണെങ്കിൽ 13,200 മോളിൽ നിൽക്കുകയാണെങ്കിൽ അവൻ പറക്കും. ഒരു പെർഫെക്റ്റ് പി ഷേപ്ഡ് പ്രൊഫൈലാണ്. 13,167 മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള പി ഒ സി. ഞാനൊന്ന് പി ഒ സി മാർക്കിയ 13,167 ഭാഗത്തേക്ക് പി ഒ സി വന്നു. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഞാൻ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 13,200 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബുള്ളിഷ് റെഫറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. മിഡ് ക്യാപ്പ് 13,200 മുകളിൽ സച്ചിനെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു ബുള്ളിഷ് എടുക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് 13,255 വരെ വരാം. എത്രയാണ്? 13,255 വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് വരുന്ന ലെവൽ എന്ന് പറയുമ്പോൾ 13,255 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് നമുക്ക് വേറെ ഒരു പഴയ റെഫറൻസ് ലെവലിലെ ഭാഗത്തേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്ന ലെവൽ എന്ന് പറയുമ്പോൾ 13,255 മുകളിൽ നിൽക്കുമ്പോൾ അടുത്തത് 13,296 ഭാഗത്തേക്ക് 13,296 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 13,340 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്നത് ഇന്നത്തെ പി ഷേപ്ഡ് പ്രൊഫൈലിന് താഴെ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അതായത് 13,080 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ആ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടാർഗറ്റ് 13,045 ഭാഗത്തേക്ക് തൊട്ടടുത്ത് നമ്മുടെ ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് 13,045 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫസ്റ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,980 ഭാഗത്തേക്ക് എത്രയാണ്? 12,980 ഭാഗത്തേക്ക് വരാനും 12,980 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 12,954 12,954 ഭാഗത്തേക്കും മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച നാളത്തേക്കുള്ള ലെവല്. 12,980 പൊട്ടുകയാണെങ്കിൽ 12,912 ഭാഗത്തേക്കാണ് 12,912 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതായിരിക്കും എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള ഒരു റെഫറൻസ് ലെവൽ. നാളത്തേക്കുള്ള റെഫറൻസ് നിങ്ങൾ വാച്ച് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു ആശാൻ. അവൻ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തന്നൊരു ദിവസമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു പി ഷേപ്ഡ് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. 56,786 ഭാഗത്തേക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി വന്നെങ്കിൽ എത്രയാണ്? 56,786 ഭാഗത്താണ് ഈ പി ഒ സി വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. അതൊന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു.
56,786 അവിടെയാണ് POC. ഓക്കെ, ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ കുറച്ച് നമുക്ക് ഈ പറഞ്ഞ ലെവൽസ് ഒക്കെ മാറിയത് കൊണ്ട് ഈ ബുള്ളിഷ് റെഫറൻസ് ഞാനൊന്ന് മാറ്റി 56,900 മുകളിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് ബൈ എടുക്കുക. എത്രയാണ്? 56,900 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ അവ എങ്ങോട്ട് പോകും? അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. 56,900 മുകളിൽ നിൽക്കുകയെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തേക്കാണ് മാർക്കറ്റ് തട്ടി റിജക്ട് ആയത്. സോ 56,900 ഭാഗത്തേക്ക് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 57,082 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് R എന്ന് പറയുമ്പോൾ 57,082 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് R1 ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത് വരുന്നത് 57,180 ഭാഗത്തേക്ക്. എത്രയാണ്? 57,180 തൊട്ടടുത്താണ്. 57,180 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 57,300 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറയാം, ഇതായിരിക്കും എന്നെ നാളത്തേക്കുള്ള റെഫറൻസ്. 56,900 പൊട്ടുകയാണെങ്കിൽ 57,082, 57,180, 57,300 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് നോക്കുന്ന സമയത്ത് ഇനി സെല്ലിംഗ് എടുക്കേണ്ടത് വ്യക്തമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സെല്ലിംഗ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമെങ്കിൽ എനിക്ക് കൃത്യമായി പറഞ്ഞത് 56,492 താഴെ 490 56,490 താഴെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ആ സെല്ലിങ് ഫസ്റ്റ് എവിടെ പോവാം? 56,301 ഭാഗത്തേക്ക് പോവാം. 56,301 56,301 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഈ POC 56,139 ഭാഗത്തേക്ക് വരാൻ 56,139 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് 56,000 എന്ന് പറഞ്ഞ ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്കും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 56,490 പൊട്ടുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് വരും? ബാങ്ക് നിഫ്റ്റി 56,301 139 56,000 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റി. നമ്മുടെ തമ്മിലി പറഞ്ഞ പോലെ നിഫ്റ്റി കുറച്ച് നാളെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ക്ലോസിംഗ്, ഈ ഒരു റേഞ്ചിന് മുകളിൽ നല്ല രീതിയിൽ നിഫ്റ്റി പോസിറ്റീവ് ക്ലോസിംഗ് ദിവസമാണ്. സോ നമുക്ക് നോക്കേണ്ടത് ഈ പോസിറ്റീവ് ക്ലോസിംഗ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യോ, 25,500 നിഫ്റ്റി കട്ട് ചെയ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിഫ്റ്റി നോക്കണം. നിഫ്റ്റിയെ സംബന്ധിച്ച് നോർമൽ വേരിയേഷൻ അപ് ഡേ ആണ്, ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ഒരു ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു മാർക്കറ്റ്. എന്നിട്ട് 25,317 ഭാഗത്താണ് POC 25,317 ഭാഗത്ത് 25,317 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. ഇനി ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നത് ഇന്നത്തെ ഹൈ അതായത് 25,350 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാത്ത 25,350 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ഇനി ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബൈ ഇങ്ങോട്ട് പോവാം. നിഫ്റ്റിയെ സംബന്ധിച്ച് ആ ബൈ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 350 മുകളിൽ നിൽക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ് 25,400 എന്ന് പറയുന്ന ഒരു റൗണ്ട് നമ്പർ ഒരു സെല്ലിങ്ങിന്റെ ഏരിയയുടെ ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അവിടെ ആയിരിക്കും വരുന്നത്. അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകും? നമുക്ക് അടുത്തത് 465 സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 25,465 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബിഗ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ ആയ 25,505 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇത് മാർക്കറ്റ് പൊട്ടിയാൽ ഒരു മാർക്കറ്റ് തിരിച്ച് വീണ്ടും ഒരു ഹെവി അപ്വേർഡ് മൂവ്മെന്റത്തിലേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്ന 25,200 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. എത്രയാണ്? 25,200 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അത് ഫസ്റ്റ് ടാർഗറ്റ് 25,156 ഭാഗത്തേക്ക് വരാം. 25,156 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന ലെവൽ എന്ന് പറയുമ്പോൾ 25,091 എത്രയാണ്? 25,093 25,093 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 25,024 ഭാഗത്തേക്ക് വരാം. 25,024 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു റെഫറൻസ് ലെവൽ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും നിങ്ങൾക്ക്. ആ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണു ഗുപ്തൻ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.